നമ്മളിത് ഇവിടെ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ക്യാമറയുണ്ട്, മൊബൈൽ ക്യാമറയുണ്ട്. ക്യാമറ ഇല്ലാത്ത മൊബൈൽ ഫോൺ ഉണ്ടാകുകയില്ല. മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന മൊബൈൽ ഫോണുകളൊക്കെ അധികം ആളുകളും പ്രധാനമായിട്ട് നോക്കുന്ന മൊബൈലിൻ്റെ ക്യാമറ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അല്ലെങ്കിൽ ക്ലിയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഇവിടെ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറയിൽ ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. പല സെറ്റിങ്സുകൾ നമ്മൾ പല സമയത്തായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും മൊബൈൽ ഫോണിൻ്റെ ക്യാമറക്കകത്ത് ഒരു സെറ്റിങ്സ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പുലിവാല് പിടിക്കും. ആ സെറ്റിങ്സ് ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താണ് ആ സെറ്റിങ്സ് എന്ന് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ ഇത് കാണാൻ സാധിക്കും. എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ ക്യാമറക്കകത്ത് മുകളിലായിട്ട് വലതുഭാഗത്ത് ഒരു 3 ലൈന് കാണുന്നത്. ഈ കാണുന്ന 3 ലൈനിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഫുൾ സ്ക്രീനിൽ വേണോ അല്ലെങ്കിൽ ഏത് ക്വാളിറ്റിയിലാണെങ്കിൽ വീഡിയോ എടുക്കേണ്ടത്, ഏത് സൈസിലാണെന്നുള്ളതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിനകത്ത് ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഓരോ മൊബൈൽ ഫോണിലും വ്യത്യസ്തമായിരിക്കും ഐക്കണുകൾ. ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഐക്കണാണ് കാണുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് ചിലപ്പോൾ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തായിരിക്കും മൊബൈൽ ഫോൺ ക്യാമറയുടെ സെറ്റിങ്സിലേക്ക് പോകാൻ സാധിക്കുക. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ കുറേ സെറ്റിങ്സുകൾ കാണും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സെറ്റിങ്സുകളുണ്ട്. വാട്ടർ മാർക്ക്, അതുപോലെ തന്നെ നമുക്ക് ഷട്ടർ, സൗണ്ട് ഒക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. മിറർ സെൽഫി, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തതാണ്. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ നിൽക്കുക ആഡ് ലൊക്കേഷൻ ടാഗ്സ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ചില ഫോണിനകത്ത് സേവ് ലൊക്കേഷൻ ഇൻഫോ എന്നായിരിക്കും കാണാൻ സാധിക്കുക. ഈ ആഡ് ലൊക്കേഷൻ ടാഗ്സ് എന്ന ഭാഗത്ത് ഇത് ഓൺ ആയി കിടക്കുന്നുണ്ടാവും. ഇത് നമ്മൾ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് ഓൺ ചെയ്ത് വെച്ചാലുള്ള ബുദ്ധിമുട്ട്, പലപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. ഈ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് അതിനകത്ത് നമ്മുടെ ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും. പിന്നീട് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് അവർക്ക് ആ ഫോട്ടോ എടുത്ത് ഏതെങ്കിലും രീതിയിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നിങ്ങളുടെ ഫോട്ടോ വീഡിയോ എടുത്ത് അവർക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടിയിലിട്ട് കൊടുത്ത് ആപ്പിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ മുഴുവൻ ലൊക്കേഷൻ ഡീറ്റെയിൽസും കിട്ടും. ആ ലൊക്കേഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്നെടുത്ത ഫോട്ടോ ആണെങ്കിൽ വീട്ടിലേക്ക് അവർക്ക് ലൊക്കേഷൻ ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മറ്റെവിടെയെങ്കിലും സ്വകാര്യമായ ഇടത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടും. പലപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ചില ഫോട്ടോകൾ ഉപയോഗിച്ച് നമ്മെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന ഫോട്ടോ നമുക്ക് തന്നെ പുലിവാല് പിടിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലൊക്കേഷൻ, അതുപോലെ തന്നെ നമ്മുടെ വീട്, നമ്മുടെ സ്ഥലങ്ങളൊക്കെ വളരെ സേഫായിട്ട് അത്രയും പരിചയമുള്ള ആൾക്ക് മാത്രം കൈമാറേണ്ട സ്വകാര്യ രേഖകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ലൊക്കേഷൻ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഫോട്ടോ ഇടുന്ന സമയത്ത് അവർക്ക് ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്പോ വെബ്സൈറ്റോ ഉപയോഗിച്ച് ആ ഫോട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ലൊക്കേഷനിലാണ് ഫോട്ടോ എടുത്തതെന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് കണ്ടെത്താനും അത് ക്ലിക്ക് ചെയ്ത് അവർക്ക് ലൊക്കേഷനിലേക്ക് എത്താനും സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ ടെക്നോളജി കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ, അവരുടെ ലൊക്കേഷൻ ഇത്തരത്തിൽ എനേബിൾ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കും, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യും. അവിടെ നിന്ന് മറ്റാളുകൾ അത് ഷെയർ ചെയ്ത് പോകും. അങ്ങനെ ആരെങ്കിലും ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലൊക്കേഷൻ എന്നുള്ളത്. അതുകൊണ്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.